ഞങ്ങളുടെ നാട് ഒരു ദ്വീപാർന്ന് നിങ്ങൾക്ക് അറിയാല. ആദ്യമായിട്ട് ആന വന്നൊരു അമ്പലമുണ്ട്, നമുക്ക് അന്ന് കണ്ടാല. ഇതാണ് നമ്മുടെ പനമ്പുകാട് വിവേകാനന്ദ യാന്ത്രിക സഭ ക്ഷേത്രം. സാമൂഹിക പരിഷ്കർത്താവായ കവി തിലകൻ പണ്ഡിറ്റ് കർപ്പൻ മാഷിന്റെ നേതൃത്വത്തിലാണ് ഈ സഭയും ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഒരു ഭജനമഠമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടുത്തുകാരുടെ സഹായത്തോടെ വേൽ പ്രതിഷ്ഠയും സുബ്രഹ്മണ്യ ഭഗവാന്റെ ബാലരൂപ പ്രതിഷ്ഠയോടെ ഒരു ചെറിയ ക്ഷേത്രം ഉണ്ടാക്കുകയും ചെയ്തു. അന്നത്തെ പൂജാരി വൈപ്പിൻകരയിലെ സുബ്രഹ്മണ്യ എംബ്രാന്തിയായിരുന്നു. ആ കാണുന്ന സ്ഥലത്ത് നിന്നും കടത്തുവഞ്ചി കിടന്നാണ് അദ്ദേഹം ഇവിടെ എത്തിയിരുന്നത്. ഒരിക്കൽ പ്രതികൂല കാലാവസ്ഥ കാരണം കടത്തുവഞ്ചിക്കാരനെ അക്കരക്കെത്താൻ കഴിയാതെ വന്നപ്പോൾ നിർമാല്യ പൂജ മുടങ്ങാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കുത്തിയൊഴുകുന്ന പുഴയിലേക്ക് ഇറങ്ങി നീന്താൻ തുടങ്ങി. നീന്തൽ അറിയാത്ത വൃദ്ധ ബ്രാഹ്മണൻ വെള്ളത്തിൽ നിലയറ്റി വീണു പോകുകയും ഭഗവാനെ ഉള്ളുരുകി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് എവിടെ നിന്നോ തേജസ്വിയായ ഒരു യുവാവ് അദ്ദേഹത്തെ രക്ഷിച്ച് കരക്കെത്തിക്കുകയും നിർമാല്യ പൂജ തടസ്സമില്ലാതെ നടത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തെ രക്ഷിച്ചത് ഭഗവാനാണെന്ന്. ഇതിനെ തുടർന്ന് 1982 നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിൽ നിലവിലെ പ്രതിഷ്ഠ നീക്കി യുവരൂപം പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു. 1989 മെയ് 19 ഇന്ന് ഈ കാണുന്ന ക്ഷേത്രം നിലവിൽ വന്നു. എല്ലാ വർഷവും മീനമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. ഇത് ഭദ്രകാളി ദേവി പ്രതിഷ്ഠയാണ്. ഈ കാണുന്നത് ഹനുമാസ്വാമി പ്രതിഷ്ഠയാണ്. നാഗദൈവങ്ങൾ കുടിയിരിക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ ദേവന് സേവകയായി കഴിയുന്ന ഒരു അമ്മച്ചിയാണിത്. ഏകദേശം 70 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ആദ്യമായിട്ട് ആന കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമ്മുടെ LCTയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ജങ്കാറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ജങ്കാർ പോലത്തെ സാധനമായിരുന്നു LCT. അതിനുശേഷം ഒരു 30 കൊല്ലങ്ങൾക്ക് ശേഷം KSNCയുടെ ജങ്കാറിൽ ആന കൊണ്ടുവരികയുണ്ടായി. അത് പിന്നെ തുടർച്ചയായിട്ട് പിന്നെ ഇപ്പോൾ ഈ 103ാമത് ക്ഷേത്രോത്സവം വരെ ആന കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ദ്വീപിന്റെ ഒരു ഗവൺമെന്റ് LP സ്കൂളാണ് ഇത്. ഇവിടുത്തെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചാണ് ഈ സ്കൂളും പ്രവർത്തിക്കുന്നത്. ഓക്കെ, ബൈ ബൈ.